ഒന്നും ഒരാക്രമണങ്ങളും കൂടാതെ സൗഖ്യമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ രാഷ്ട്രീയ സ്വയംസേവക പ്രവർത്തകർ കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകർ കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ആനന്ദം, പരമാനന്ദം. ഓഹ് പൊന്നുമോളെ, വല്ലാത്ത സന്തോഷം നിന്റെ വർത്താനം കേട്ടപ്പോളെ. RSS രാജ്യത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും നിർഭയത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നത്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ നിർഭയമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്ന് കേൾക്കുമ്പോൾ മോളെ ഇതിൻ്റെ രോമം ഇങ്ങനെ എണീറ്റിട്ട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ 2 റൗണ്ട് ഓടിയിട്ട് ഇപ്പോൾ വിശ്രമിക്കുകയാണ്. കണ്ടതേ രോമൊക്കെ പൊങ്ങി കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആത്മഹർഷം ഇങ്ങനെ തോന്നുകയാണ്. അഭിമാനമാണ്, അഭിമാനം. എന്നിട്ട് നമ്മുടെ RSS ഇന്ത്യയിലുള്ള എല്ലാ മതവിഭാഗങ്ങളോടും എന്ത് ചെയ്യുന്ന പറഞ്ഞത് നമുക്ക് ബാക്കി പറയാം. 2000-ഓളം ആളുകളെ കൊന്നുതള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം, ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി മാറി പീഡിപ്പിച്ച ചരിത്രം, ഹിമാ കൗസർ എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം, എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരായ ഹാരേൻ പാണ്ഡ്യ എന്ന ആഭ്യന്തരമന്ത്രി പോലും കൊല്ലപ്പെട്ട